ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുറപ്പെടാൻ പോകുന്നൊന്നല്ല, പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇന്ന് അണ്ടല്ലൂർ കാവിലേക്കാണ് പോകുന്നത്. നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവില്ലേ? അണ്ടല്ലൂർ കാവിനെ കുറിച്ചിട്ട് അറിയാത്ത ആരും ഉണ്ടാവില്ല. എനിക്കതിൻ്റെ ചരിത്രമൊന്നും അറിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ പോകാത്തൊരു കാവാണ്. അപ്പോൾ അവിടെ ദൈവത്താറാണെന്ന് മാത്രമേ എനിക്കറിയൂ. എനിക്ക് കാണാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ആ കാവ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഉത്സവം എങ്ങനെയാണെന്നൊക്കെ കാണാനുള്ള ഭയങ്കര കൊതിയുണ്ട്. അപ്പോൾ നമ്മൾ അന്നേ തുടങ്ങിയവരെ പറഞ്ഞ അച്ഛനടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇപ്രാവശ്യം ഏണ്ടി കൂടിയുണ്ട് കേട്ടോ ഒന്നിച്ച്. അപ്പോൾ നമ്മൾ മൂന്നാളല്ല 5 ഭാവിയും കൂടി ഇല്ലേ. അപ്പോൾ നമ്മൾ 5 പുറപ്പെട്ടു. അപ്പോൾ കുറച്ചധികം പോകാനുണ്ട്. അതായത് കണ്ണൂരിൽ നിന്ന്, അതായത് ഞങ്ങളെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ നല്ല ദൂരമുണ്ട്. ബൈക്കിലാകുമ്പം വേഗം എത്തുമായിരിക്കും, പക്ഷെ നമ്മൾ ഓട്ടോയിൽ 1 മണിക്കൂർ കറക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. കാരണം നൈറ്റ് നമ്മൾ എന്തായാലും തിരിച്ചു വരുമ്പോൾ എന്തായാലും വൈകും. ഇതിപ്പം തന്നെ 6-7 മണിയാകും. 6 മണി 6:30 ആകുമ്പോഴാണ് പുറപ്പെട്ടത്. എന്തായാലും ഒരു 7:30-8 മണിക്കുള്ളിലേ അവിടെ എത്തും. 7:30 അൺബ്ലോക്ക് ഉണ്ടെങ്കിൽ പറയണ്ട. അപ്പം നമ്മൾ അങ്ങനെ പുറപ്പെട്ടു. അതായത് ടൗണിൽ നിന്ന് ഇപ്പം ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് മെയിൻ കണ്ണൂർ ടൗണിലെത്തി. അപ്പോൾ ഞാൻ അധികമൊന്നും പോകുന്നത് ലാഗാക്കണ്ടെന്ന് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് അണ്ടല്ലൂർ കാവിലേക്ക് പോകുന്ന വഴിയാണെന്ന് മനസ്സിലാവുന്നു. കാരണം അവിടെ ഇങ്ങനെ ബൾബൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ എത്താനായി എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി. ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി എൻ്റെ മനസ്സിലുണ്ട്, എങ്ങനെയായിരിക്കും എന്ന്. അപ്പോൾ നമ്മൾ നടന്ന് പോകുന്നതിന് അപ്പോൾ കുറച്ച് ദൂരം വണ്ടി വെച്ചു കേട്ടോ. കാരണം കുറച്ചങ്ങോട്ട് നല്ല ബ്ലോക്കായിരിക്കും. ദൈവത്താറിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം. കണ്ടോ, അവിടെയൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി ദൈവത്താറാണെന്ന് മനസ്സിലായി. കാരണം ഇവിടുത്തെ തെയ്യങ്ങൾ എങ്ങനെയാണ്, ഉത്സവം എങ്ങനെയാണോ ഒന്നും അറിയില്ല. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പോകുമ്പോൾ എത്തിയിട്ടില്ല. ഇതൊക്കെ അവിടെ ചമയിച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ പോകുന്ന വഴി തേച്ചും ഒരുപാട് ആൾക്കാരുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കുറച്ച് ആൾക്കാർ കുറവായിരുന്നു. കാരണം ഒരു 7:30 ആ സമയമൊന്നും ആരും വന്നിട്ടില്ല, എന്നാലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ണെപ്പും ചന്തയിലും അല്ലെങ്കിൽ കളിപ്പാട്ടത്തിലൊക്കെയാണ്. ഈ ചെണ്ട കണ്ടപ്പോൾ എൻ്റെ മോന് വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ടായിന്. അപ്പോൾ ഇതൊക്കെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ പോകുമ്പോൾ നമുക്ക് വാങ്ങിയിട്ട് പോകുന്നതാണ് ഭയങ്കര റിസ്ക്. നമുക്ക് അവിടെ പോയി തൊഴണ്ടേ. അപ്പോൾ തൊഴാനുള്ള ആ ഒരു പുറപ്പാടിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ, നമ്മളിതാ അച്ഛൻ മുന്നിൽ പായുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങന്മാർ ഇതെല്ലാം നോക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം ഒരുപാട് സാധനം കാണാനുണ്ട്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടത് ചെറുവ അമ്പലത്തിലും പറശ്ശിനിയിലും ഒക്കെയാണ്. അതിനേക്കാളുണ്ടെന്ന് തോന്നുന്നു ഇവിടുത്തെ ചന്തകളും ആൾക്കാരും ബഹളവും ഒന്നും പറയണ്ട. പിന്നെ ഈ ഒരു ബലൂൺ ഈ ബൾബിലൊക്കെ തൂക്കി അതൊക്കെ വാങ്ങണമെന്നുണ്ടായിനെ. ഇതൊക്കെ വരുമ്പം വാങ്ങിയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. സാവിക്ക് ഞാൻ ഓരോരോ കളിപ്പാട്ടം എങ്ങനെയാണ് നല്ലതുണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാട്ടെ. സാവിക്ക് എന്നോട് പറയാൻ കഴിയില്ലല്ലോ അത് വാങ്ങിച്ചിട്ട്. പിന്നെ എൻ്റെ സെക്ഷനാണ്. ഇവിടെ കാതിൽ എത്ര നല്ല ഐറ്റംസ് ഉണ്ടെന്ന് അറിയോ. എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല വെറൈറ്റീസ് ഉണ്ട്. കളറ് എനിക്ക് പാമ്പാടിയാലിൻ്റെ നിന്ന് കളറ് കിട്ടാത്ത ഒരു കളറ് കാതിൽ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. എന്തായാലും വരുമ്പോൾ എല്ലാം വാങ്ങണമെന്ന് വെച്ചിട്ടാട്ടോ നമ്മൾ പുറപ്പെടുന്നത്. നല്ല തിരക്കുണ്ട് ഗൈസ്. ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുന്തോറും സാധനങ്ങളും ആൾക്കാരും കൂടിക്കൂടി വരെയാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോഴെത്തും. അണ്ടല്ലൂർ കാവിലേക്ക് പോയവർക്ക് മനസ്സിലാവും എന്തോരം ദൂരത്തിലേക്ക് അത് നടക്കണം, അല്ലെങ്കിൽ ആ ഒരു ഉത്സവ ടൈം എത്രമാത്രം ആൾക്കാരും ബഹളം ഉണ്ടാവും. ഇവിടുത്തെ ഏറ്റവും വലിയ ഞാൻ കണ്ടതൊരിതാണ്, നല്ല മരുന്ന് പണി മീൻസ് വെടിക്കെട്ട്. അടിപൊളിയാണ് ഇവിടുത്തെ വെടിക്കെട്ട്. കാണണ്ടേ, നമ്മൾ മൊബൈലിൽ കണ്ടിട്ടുള്ള ആ ഒരു ഇതാ പറയുന്നത്. പക്ഷെ നമുക്ക് കാണാനുള്ള ആ ഒരു ഭാഗ്യമില്ല. കാരണം രാവിലെ 5 മണിക്കായിരിക്കും പൊട്ടുന്നത്. പിന്നെ ഈ ആകാശത്തൊട്ടിലും ഈ കുട്ടിയൊക്കെ കളിക്കണ്ടാൻ പറ്റി ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വലിയ ഹൈറ്റിലാണ് ഇതുള്ളത്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇതുവരെ ഇത്ര ഹൈറ്റ് കയറിയിട്ടില്ല. നമ്മളെ വണ്ടർലയിൽ നിന്ന് പണ്ട് കോളേജിൽ പഠിപ്പിക്കുമ്പോൾ മാറ്റം കയറിയതാണ് ഇത്ര ഹൈറ്റിൽ. പിന്നെ ഞാൻ ഇത്ര ഹൈറ്റിൽ കയറിയിട്ടേയില്ല. ബീച്ചിലൊക്കെ ഇതിൻ്റെ ചെറുതാണ് വന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ കയറണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നമ്മളെപ്പരം വന്നിട്ട് കയറണ്ട, അതെല്ലാം ഭർത്താവിൻ്റെ പരം വന്നിട്ട് കയറിക്കോ. എപ്പോൾ കയറാനാണ് പോട്ട്. ഭർത്താവ് വരുമ്പോഴത്തേക്ക് ഈ ഉത്സവമെല്ലാം കയ്യിൽ എല്ലാവരും എടുത്ത് കെട്ടി പായൂലേ. അപ്പോൾ പിന്നെ ഇതാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അമ്പലം എന്താ എത്താത്തത്? ഞാനിങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. നടക്കുമ്പോൾ
എത്തും ഇപ്പോൾ എത്തും. പക്ഷെ ഒരുപാട് നടക്കാനുണ്ട്. മീൻസ് നമ്മൾ കുറച്ച് വണ്ടി അങ്ങോട്ടേക്ക് വെച്ചിട്ട് നമ്മൾ അവരെ ആ വഴിപ്പാത തേച്ചും ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആ ഒരു സെക്ഷനാണ്. ഇപ്പം അതിൻ്റെ കവാടം എത്താനായിന്ന് മനസ്സിലായി. അപ്പോൾ അമ്പലം എത്താനായിന്ന് എനിക്ക് മനസ്സിലായി. ജനപ്രവാഹം പോലെയും ശബരിമലയിലും പോലെയാണ് ഇവിടെ ആൾക്കാർ ഇങ്ങനെ മീൻസ് പോകും വരുത്തുമായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ലേ. ഞാൻ ഈ ഒരു ഹൈറ്റില്ലാത്തതുകൊണ്ടാണ് എനിക്കില്ല ആ ഒരു പരിമിതി ഉണ്ട് കേട്ടോ. ഞാൻ പോകും തോറും എൻ്റെ കണ്ണിനെ ഇങ്ങനെ കുളിർമിക്കുന്നത് എൻ്റെ കാതില സെക്ഷനാണ്. ഞാൻ എവിടെ പോയാലും കാതില വാങ്ങേണ്ടി വരികയില്ല ഗൈസ്. ഉറപ്പായിട്ട് ഞാൻ കാതില വാങ്ങും. അതെനിക്കൊരു ശീലമായി. എനിക്ക് കാതില ഭയങ്കര ഇഷ്ടമാണ്, ഹാങ്ങിങ് കാതില. അപ്പോൾ ഫൈനലി നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിലേക്ക് എത്തി. കവാടമൊക്കെ ഉണ്ടാവും ബാക്ക്, ഞാൻ തിരിഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചത് അതാണ് കവാടം. അതിലെ കൂടെ നമ്മൾ എത്തി ഗൈസ്. സത്യം പറഞ്ഞാൽ നല്ല ആൾക്കാരുണ്ട്. അതിലിടയ്ക്ക് ഈ ഫോണും പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ നമ്മളിതാ മുന്നോട്ടേക്ക് പോകുന്നത്. ഞാൻ വിചാരിച്ചു വേഗം അങ്ങോട്ട് പോയിട്ട് തൊഴാൻ വേണ്ടി പറ്റും. അപ്പോഴാണ് മനസ്സിലായി അവിടെ അതിൻ്റെ ഉള്ളിൽ വൻ ജനങ്ങളുണ്ടെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ദൈവത്താറിന് മുടി വെക്കുന്ന ആ ഒരു സംഭവം തോന്നേ. എനിക്ക് ഇവിടുത്തെ ഒരു കാര്യം അറിയില്ല. അപ്പോൾ ഈ ജനങ്ങളൊക്കെ തടിച്ചു കൂടി നിൽക്കുന്നത് ഉള്ളിൽ കയറാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം ഉള്ളിൽ അത്രപോലെ ജനങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ. അപ്പോൾ അവിടെ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഉത്സവം കാണുവാന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. നമ്മൾ അങ്ങനെ വന്നിട്ട് പുറത്തുനിന്ന് ഉത്സവം കാണുന്ന ഒരു ഇതിലേക്കായി. കാരണം ഉള്ളിൽ ഒരുപാട് ആണുങ്ങന്മാരാണ് ഉണ്ടാവുക. ഈ വൈറ്റ് മുണ്ടും ബനിയനൊക്കെ ഇട്ടിട്ട് സംഭവം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ണൂരുകാരിയാണ്. പക്ഷേ അണ്ടല്ലൂർ തലശ്ശേരി ആ ഒരു ഭാഗത്തുള്ളവർക്ക് ഇതിനെക്കുറിച്ച് നല്ലോണം അറിയായിരിക്കും. ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞു തന്നോട്ടോ. എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. കാരണം എൻ്റെ നാട്ടിലെ അമ്പലത്തിനെ കുറിച്ചിട്ട് എനിക്കറിയും. അങ്ങനെ പോകാത്തതുകൊണ്ടാണ്, ആദ്യമായിട്ട് വന്നതാണ്. സാവി എനിക്ക് ബലൂണൊക്കെ കാണിച്ചു തരുന്നുണ്ട്. സാവി എനിക്ക് കാണിച്ചു തന്ന ബലൂൺ ഇതാണ് കേട്ടോ. അവൻ ആ ഡോൾഫിൻ്റെ ഇങ്ങനെ പൊങ്ങുന്ന, കാരണം ഇതൊരിക്കൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓട്ടോയിൽ അങ്ങ് ദൂരം കൊണ്ടുപോകാൻ പണിയാണ്. അതെങ്ങനെ കൊണ്ടുപോകുന്നുള്ള ചിന്തയിലാണ് ഞാനുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു ഇത് എന്ന് പറഞ്ഞത് അവർ ഇപ്പോൾ ചെയ്യുന്നത് ആ ഒരു കുടയൊക്കെ കാണുന്നുണ്ടോ, അത് ദൈവത്താറിന് മുടി വെക്കുന്ന ആ ഒരു ഇതാന്ന് തോന്നുന്നത്. എനിക്ക് ശരിക്കും അറിയില്ല. നമ്മളിപ്പോൾ എല്ലാവരും ആ ഒരു ഇതിലേക്ക് സ്ക്രീനിലേക്ക് നോക്കുന്ന ഇതാണ് അവിടുത്തെ ഉത്സവം. എന്താണെന്ന് ചടങ്ങെന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കണ്ടിരിക്കാൻ വേണ്ടി പറ്റും. കണ്ട അവിടുത്തെ ജനങ്ങളെ നോക്കിയാട്ടെ എങ്ങനെ ഉള്ളിൽ കയറാനാണ്. അത്ര പോരെ ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചപ്പുറം, അമ്മ പറഞ്ഞു കുറച്ചപ്പുറം മാറിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് വലിഞ്ഞ് നീണ്ടു നിറന്നാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്കൊന്ന് നോക്കാം. അതാ എൻ്റെ എല്ലാം അതിശയം പോലെയാണ് നോക്കുന്നത്. കാരണം എത്രയാ ജനങ്ങൾ നമ്മളെ ദൂരത്തുനിന്നേ വന്നിട്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പോലുമില്ല ഗൈസ്. അതാണ് ഭയങ്കര സങ്കടം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഈ ജനങ്ങൾക്കിടയിൽ നമ്മൾ എങ്ങനെ പോകാനാ ഗൈസ്. ആംബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര പോലെ ജനങ്ങളാണ് ഗൈസ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ടാവും അല്ലേ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വന്ന അമ്മ പറഞ്ഞില്ലേ ഇപ്പം നമുക്ക് കയറി ഏന്തി വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സൈഡിലേക്ക് വന്നു. ആ ഉള്ളിൽ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത്രയും ജനങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ അതിലിടയ്ക്ക് നമ്മൾ എങ്ങനെ പോകാനാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ സൈഡ് കിട്ടി. നമുക്കല്ല, എനിക്ക് മാത്രം. ഞാൻ പിന്നെ ഏടിയും വലിഞ്ഞ് കയറുമല്ലോ, അതുകൊണ്ട് കയറി അങ്ങനെ ആ ദൈവത്താറിൻ്റെ മുടി വെക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ എല്ലാ അമ്പലത്തിലെയും പോലെ ഈ ഉത്സവ സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റൂല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഇത്ര പോലെ ജനങ്ങൾ എവിടെയും ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം, ഞാൻ വരുന്ന സമയം ദൈവത്താറിന് മുടി വെക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ എല്ലാവരും ആ കാഴ്ച കാണാനാണ് ഇവിടെ നിൽക്കുന്നത്. അവിടെ അത് നല്ലൊരു ശക്തിയോടെ ആയിരിക്കാം, മേ ബി അതുകൊണ്ടായിരിക്കാം അവരവിടെ ഇങ്ങനെ ക്യൂരിയോസിറ്റി പോലെ നിൽക്കും. നമ്മുടെ ദൈവത്താറിന് മുടി വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും പ്രാർത്ഥിച്ചു. പക്ഷേ ഇതൊന്നും അച്ഛനും അമ്മയും എൻ്റെ ഒന്നും കണ്ടിട്ടില്ല. കാരണം ഇത് വലിഞ്ഞു കയറി കണ്ടാലേ കാണാൻ കഴിയൂ. ഞാൻ പിന്നെ എങ്ങനെയല്ലോ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറി കണ്ടതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പിന്നെ ഉത്സവമൊക്കെ കണ്ട് പിന്നെ ആ ഒരു പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ആ ക്യൂ നിന്ന് പ്രസാദം വാങ്ങിച്ചു. അപ്പം പ്രസാദം എന്ന് പറയുന്നത് ഇവിടെ അവിലാണ്. ഇവിടുത്തെ അവിൽ നല്ല കുഴച്ചിട്ടുള്ള അവിലാട്ടോ. ഇത് റെസ്റ്റിംഗ് റൂമിൽ ഇരുന്നിട്ടാട്ടോ തോന്നുന്നത്. അവിടെ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. റെസ്റ്റിംഗ് റൂം മീൻസ് നല്ല ഒരു ഇതന്നെ. ആ ദൈവത്താറിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതാണ് തെയ്യെന്ന്. അപ്പോൾ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇതുവരെ കാണാത്തൊരു അമ്പലമാണ്. റെസ്റ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ആൾക്കാർ ഇരുന്ന് പ്രസാദമൊക്കെ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അണ്ടല്ലൂർ കാവിലെ ഈ ഒരു ഉത്സവ കാഴ്ചകൾ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.